തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു പദമാണ് ക്രിസംഗി. അത് ക്രിസ്ത്യാനികളും സംഘപരിവാരം കൂടി ചേർന്നുള്ള ക്രിസംഗി. അങ്ങനെ സംഘപരിവാറിനെ ഒപ്പം നിർത്താൻ, ഓരത്ത് നിർത്താൻ അനിൽ ആൻ്റണി, അനൂപ് ആൻ്റണി, ഷോൺ ജോർജ്, അൽഫോൺസ് കണ്ണന്താനം, ജോർജ് കുര്യൻ, ഇങ്ങനെ PC ജോർജ്, നിരവധി പേരെ BJPയിൽ എടുത്തിട്ടുമുണ്ടായിരുന്നു. അവരെല്ലാം വളരെ ഹയർ പോസ്റ്റുകളിൽ ഇരിക്കുന്നവരുമാണ്. സാധാ പോസ്റ്റുകളിൽ BJPയുടെ തന്നെ വളരെ ഹയർ പോസ്റ്റുകളിൽ ഇരിക്കുന്നവരാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരുണ്ട്. കഴിഞ്ഞ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുണ്ട്. അങ്ങനെ വളരെ വലിയൊരു ടീമിനെ കൊണ്ടുപോയവരെല്ലാം, പിന്നെ അൽഫോൺസ് കണ്ണന്താനത്തിനെ ആദ്യം മന്ത്രിയാക്കി കൊണ്ടുപോയവരെല്ലാം ഇപ്പോൾ ദേശീയ നിർവാഹക സമിതി അംഗമാണ്. കൊണ്ടുപോയവരെല്ലാം വലിയ പൊസിഷനിൽ തന്നെ BJP കൊണ്ടു നടക്കുന്നു. അങ്ങനെയുള്ള BJP ക്രിസ്ത്യാനികളെ കൂടെ നിർത്തുന്നതിൻ്റെ ഭാഗമായി FCRA നിയമത്തിൽ ചില ഇളവുകൾ വരുത്താം എന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ടായതായി പറയുന്നു. പക്ഷേ അമിത്ഷാ അതിനകത്ത് ഇളവ് കൊടുക്കണ്ട എന്നുള്ള അഭിപ്രായക്കാരനാണ്. കഴിഞ്ഞ ദിവസം കത്തോലിക്ക സഭക്കാർ, അവരാണ് കൂടുതൽ ക്രിസ്ത്യൻ സഭകളുടെ NGOs നടത്തുന്നത്, കത്തോലിക്ക സഭയാണ്. അവരുടെ പ്രതിനിധി സംഘം ഡൽഹിയിൽ പോയി അമിത്ഷായെ കണ്ടു. അമിത്ഷാ ആദ്യമൊന്നും പിടികൊടുത്തില്ല, അപ്പോയിൻമെൻ്റ് ഒന്നും കൊടുത്തില്ല. അവസാനം അപ്പോയിൻമെൻറ്റ് കൊടുത്തു. അവർ തമ്മിൽ സംസാരിച്ചു. അപ്പോൾ 2-3 കാര്യങ്ങളിൽ വലിയ ഒരു വ്യത്യാസം വരണം എന്നുള്ള നിലത്താണ് നിൽക്കുന്നത്. ഒന്ന്, വിദേശത്തു നിന്ന് വരുന്ന തുക ഒരു കാരണവശാലും മതപരിവർത്തനത്തിന് പ്രയോജനപ്പെടുത്തരുത് എന്നൊരു വാദമുണ്ട്. അങ്ങനെ കുറച്ച് സ്ഥലത്തെങ്കിലും പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളൊരു തോന്നൽ ഉള്ളത് കൊണ്ടാണ് അത് പ്രയോജനപ്പെടുത്തരുത്. പ്രത്യേകിച്ച് ഝാർഖണ്ഡിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും അടക്കമുള്ള ആദിവാസി മേഖലയിലൊക്കെ വലിയ തോതിൽ പണം കൊണ്ടുപോയി പ്രവർത്തനങ്ങൾ നടത്തി ആളുകളെ മതത്തിലേക്ക്, ക്രിസ്ത്യ മതത്തിലേക്ക് വ്യാപകമായി മതം മാറ്റുന്നു എന്നൊരു ആക്ഷേപത്തിൽ പിന്നിൽ ഈ പൈസ, FCRA പൈസ ഇവിടെ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല, എന്നാലും അങ്ങനെ ഒരു നിഗമനമുണ്ട്. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇത്തരത്തിൽ വരുന്ന പണം, NGOസിനൊക്കെ കിട്ടുന്ന പണം, കാരുണ്യ പ്രവർത്തനത്തിന് കിട്ടുന്ന പണത്തെ വകമാറ്റി തീവ്രവാദ പ്രവർത്തനത്തിനും ഇന്ത്യക്കെതിരെ ആയുധമെടുപ്പിക്കാനുമൊക്കെ ചെറുപ്പക്കാരെ സജ്ജമാക്കാൻ ഈ പണം വിനിയോഗിച്ചതായി ഒരുപാട് അന്വേഷണ ഏജൻസികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യരുത്, മതപരിവർത്തനം, തീവ്രവാദം, രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം, പിന്നെ അതുപോലെ തന്നെ രാഷ്ട്രവിരുദ്ധ തീവ്രവാദം, ഇതൊന്നും നടത്താൻ പാടില്ല എന്നുള്ള നിലയിലാണ് ചില നിയമങ്ങൾ വന്നത്. പക്ഷെ നിയമം വന്നപ്പോൾ അത് കുറച്ച് കടുപ്പമുള്ള നിയമങ്ങളാണ്. അതുകൊണ്ട് തന്നെ പല സംഘടനകൾക്കും മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇതിനെതിരെയാണ് ശക്തമായി ക്രിസ്തീയ സഭകൾ ഡൽഹിയിൽ പോയി പ്രതിരോധിച്ചത്. പക്ഷേ അമിത്ഷാ അത് വലുതായി പിടികൊടുത്തതായി അറിയുന്നില്ല. പരിശോധിക്കാൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞതല്ലാതെ കൃത്യമായ മാറ്റം കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല. എന്തായാലും ഇതിൻ്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. നിയമം വരുന്നേ ഉള്ളൂ, ആക്ട് ആയിട്ടേ ഉള്ളൂ. അതിൻ്റെ ചട്ടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇന്ന് വരാനിരിക്കുന്നതേ ഉള്ളൂ. പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ തന്നെ കേരള നിയമസഭയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഈ ബില്ല് വന്നത്. അപ്പോൾ തന്നെ വലിയ വിവാദം കേരളത്തിലുണ്ടായി. അങ്ങനെയും കുറേ വോട്ട് ക്രിസംഗിയൊക്കെ ഇങ്ങനെ നന്നായിട്ട് രൂപപ്പെട്ട് വരികയായിരുന്നു കേരളത്തിൽ. കേക്ക് കൊടുത്തും അല്ലാതെയും ക്രിസ്മസ് ആഘോഷിച്ചുമൊക്കെ ഒന്നിച്ച് മച്ചാമച്ചായി വരികയായിരുന്നു. അപ്പോഴാണ് ഈ FCRA പ്രശ്നം വന്നു വീണത്. അപ്പോൾ വലിയ വിവാദമായി. അതിനെ പ്രതിപക്ഷമൊക്കെ മുതലെടുത്തു. ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗമെങ്കിലും വോട്ട് BJPക്ക് കൊടുത്തില്ല. അതെല്ലാം കൂടെ മണത്തറിഞ്ഞുകൊണ്ടാണ് അനൂപ് ആൻ്റണിയും അനിൽ ആൻ്റണിയും സംഘവും ഈ അച്ഛന്മാരെ ഡൽഹിക്ക് തന്നെ വിളിപ്പിച്ച് അമിത്ഷായുമായി ചർച്ച വെച്ചത്. പക്ഷേ ആ ചർച്ച വേണ്ടത്ര മുന്നോട്ട് പോയിട്ടില്ല. എന്തായാലും കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്തു, പരസ്പരം മനസ്സിലാക്കി. ഇനി അതിൻ്റെ നടപടികളാണ് വരേണ്ടത്. FCRAയിൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളും നിബന്ധനകളും കുറയ്ക്കുമോ, എത്ര കണ്ട് കുറയ്ക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. പക്ഷെ എന്തായാലും വലിയ ആശങ്കയാണ് ക്രിസ്തീയ സഭകൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അവർ ചെറിയ സംഘടനകളെ മറ്റ് വലിയ സംഘടനകൾ വിഴുങ്ങുമോ, അവരുടെ തന്നെയല്ല മറ്റ് സമുദായത്തിൻ്റെ ആളുകൾ വച്ചിരിക്കുന്ന വലിയ സംഘടന വിഴുങ്ങുമോ? കാരണം ചില ക്ലോസുകളുണ്ട് FCRAയിൽ. ഏതെങ്കിലും ഒരു ചെറിയ സംഘടന പൈസ വാങ്ങി അബദ്ധങ്ങൾ കാണിച്ചാൽ, FCRA പൈസ കൊണ്ട് അബദ്ധങ്ങൾ കാണിച്ചാൽ അതിൻ്റെ മുഴുവൻ സ്വത്തും ലിക്വിഡേറ്റ് ചെയ്ത് മറ്റ് നന്നായി പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് ഏൽപ്പിക്കാം എന്നൊക്കെ ഉണ്ടെന്ന് ഉള്ള ആക്ഷേപം, അതുൾപ്പെടെയുള്ള ആക്ഷേപമൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ്. അതുപോലെ വലിയ സംഘടനയ്ക്ക് കിട്ടുന്ന പൈസ ചെറുകിട സംഘടനകൾക്ക് കൊടുക്കാൻ കഴിയില്ല. ഇപ്പോൾ പലപ്പോഴും അത് ചെറുകിട സംഘടനകളുടെ പേരിലെല്ലാം കൊടുത്തത് അഴിമതിയൊക്കെ ഉണ്ട്. ഒരു വശത്ത് അഴിമതി, സ്വജനപക്ഷപാതമൊക്കെ ഉണ്ട്. അതെല്ലാം ഉണ്ടെങ്കിലും NGOകളെ കുറച്ചുകൂടി ഫ്രീഡത്തോടു കൂടി പ്രവർത്തിക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ് കത്തോലിക്ക സഭയുടെ ഡിമാൻഡ്. നമ്മൾ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിൽ NGOs വളരെ ശക്തരാണ്. അവർ ഡെവലപ്മെൻറ്റൽ സെക്ടറിലും കാരുണ്യ പ്രവർത്തനങ്ങളിലും മയക്കുമരുന്നിനെതിരെയുള്ള പ്രവർത്തനങ്ങളിലും ഡി അഡിക്ഷൻ മേഖലയിലുമൊക്കെ വളരെ ശക്തരായിട്ടുള്ള ഒരുപാട് NGOs കേരളത്തിലുണ്ട്.
ആ NGOസിനെ കൂടെ ഡെവലപ്മെൻറ്റ് പാർട്ട്ണറാക്കുന്ന പ്രോജക്റ്റ് കേരളത്തിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുള്ള സൂചനകളാണ് സർക്കാരും നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇന്ത്യയിലാദ്യമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള സംസ്ഥാനം എന്നുള്ള നിലയിൽ ഒരു NGO പാർട്ട്ണർഷിപ്പ് കൂടി കേരളത്തിൽ നടക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. അങ്ങനെ നടന്നാൽ അത് മറ്റൊരു തരത്തിലുള്ള ഒരു ഡെവലപ്മെൻ്റൽ പാർട്ടീസ് എന്നുള്ള നിലയിൽ NGOസിനെ പരിഗണിക്കുന്ന മറ്റൊരു തരം നിയമമാകും. എന്തായാലും രാജ്യത്ത് ഇപ്പോൾ അങ്ങനെ ഒരു നിയമമില്ല. പക്ഷേ അതും പരിശോധിക്കേണ്ടതാണ്. ഈ ക്രിസംഗി പരിപാടിയിൽ ആർക്കാണ് നഷ്ടമുണ്ടാവുക, ക്രിസ്ത്യാനികൾക്കാണോ BJPക്കാണോ ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും രണ്ട് കൂട്ടർക്കും പരസ്പരം പോരലേക്കാനാണ് സാധ്യതയുള്ളത്. BJPക്കും ചിലപ്പോൾ ക്രിസ്ത്യൻ സഭകളുടെ വോട്ട് കുറയും. ക്രിസ്ത്യൻ സഭകളുടെ പുറത്തുള്ള നിയമങ്ങൾ പലതും ഇനിയും കർശനമാകാനും സാധ്യതയുണ്ട്. പക്ഷേ ഇത് ക്രിസ്ത്യ സഭയെ മാത്രം ബാധിക്കുന്നൊരു വിഷയമല്ല. ഹിന്ദു സഭകളെയും അമൃതാനന്ദ മഠം, പതഞ്ജലി ആശ്രമത്തിൻ്റെ ആസാമി, അതുപോലെ തന്നെ ശ്രീ ശ്രീ രവിശങ്കർ, പിന്നെ ഈഷ ഫൗണ്ടേഷൻ, പിന്നെ കോയമ്പത്തൂർ, ഇങ്ങനെ നിരവധി ഹിന്ദു സംഘടനകൾ, പിന്നെ മുസ്ലിം സംഘടനകൾ എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. എങ്കിലും മുന്നിട്ട് നിൽക്കുന്നത് കത്തോലിക്ക സഭകളുടെ NGOകളാണ് എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. എന്തായാലും ചർച്ച നടക്കട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം.